അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർബലയുടെ ചരിത്രം 7-ാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഹിജ്റ 61-ാം വർഷം മുഹറം 10-ന്റെ ദിവസത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർ അത് കേട്ടിട്ട് വന്നാൽ കൂടുതൽ മനസ്സിലാകാൻ എളുപ്പമാകും. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്ത അനുയായികളിൽ പലരും ഇതിനോടകം ഷഹീദായി കഴിഞ്ഞു. തമ്പുകളിൽ നിശബ്ദതയാണ്. ഓരോ നിമിഷവും ഓരോ അനുയായികൾ ഷഹീദായി കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് അഹ്ലുബൈത്തിൽപ്പെട്ട അംഗങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ സമയമായി. അവരിൽ ആദ്യമായി മുന്നോട്ട് വന്നത് അലി അക്ബർ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, യൗവനത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ധീരൻ. പക്ഷേ അദ്ദേഹത്തെ പ്രത്യേകമാക്കിയത് മറ്റൊന്നായിരുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. രൂപത്തിലും സ്വഭാവത്തിലും സംസാര ശൈലിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ഒരു ആളായിരുന്നു. അലി അക്ബറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ഓർക്കണമെങ്കിൽ അലി അക്ബറിനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം തൻ്റെ പിതാവിനെ നോക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്മതത്തോടുകൂടി യുദ്ധഭൂമിയിലെത്തി സധൈര്യം പോരാടി ശത്രു സൈന്യത്തിനിടയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. പക്ഷേ ദാഹം അദ്ദേഹത്തെ തളർത്തുകയായിരുന്നു. നിരവധി ദിവസങ്ങളായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണല്ലോ. അദ്ദേഹം തൻ്റെ പിതാവിനോട് വെള്ളം ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്സഹായാവസ്ഥ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളമില്ല. അദ്ദേഹം മകനെ ആശ്വസിപ്പിച്ചു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ഓർമ്മിപ്പിച്ചു. വീണ്ടും യുദ്ധഭൂമിയിലേക്കിറങ്ങി. യുദ്ധത്തിനിടയിൽ അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് വീണു. അസ്സലാമു അലൈക യാ അബതഹ, പിതാവേ നിങ്ങൾക്ക് എൻ്റെ സലാം എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. മകൻ്റെ മുഖം നോക്കി കണ്ണീരൊഴുക്കി. വളരെ വേദനാജനകമായ നിമിഷങ്ങളാണ്. പിതാവ് സ്വന്തം യുവാവായ മകൻ്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. അലി അക്ബർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ സങ്കടത്തിലായി. സ്ത്രീകളും കുട്ടികളുമെല്ലാം നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു രംഗമാണല്ലോ. അടുത്തതായി ഖാസിം ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി. അദ്ദേഹത്തിന് കൗമാരപ്രായമാണ്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മരണം നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം എനിക്ക് തേനിനേക്കാൾ മധുരമാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഷഹീദാകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം നിറഞ്ഞു. അദ്ദേഹം സധൈര്യം പോരാടി. നീണ്ട പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിനും മുറിവേറ്റു. അദ്ദേഹം നിലത്ത് വീണു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഈ സമയത്ത് അദ്ദേഹം ഗുരുതരമായ മുറിവേറ്റ് കിടക്കുകയാണ്. അദ്ദേഹവും ഷഹീദാവാൻ പോവുകയാണ്. അങ്ങനെ ഖാസിം റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ വെച്ച് ഷഹീദായി. ഓരോരുത്തരായി ഷഹീദായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തമ്പുകളിൽ നിന്ന് കരച്ചിലുകൾ തുടരുകയാണ്. കുട്ടികളുടെ വെള്ളത്തിനായുള്ള കരച്ചിൽ കേട്ട് കൂടാരത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു നിശബ്ദനായി നിന്നില്ല. അദ്ദേഹം കുട്ടികളെ അതീവമായി സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി യൂഫ്രട്ടീസ് നദിയിലേക്ക് പോകാൻ അനുമതി നൽകാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾക്കായി വെള്ളം കൊണ്ടുവരാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നോക്കി. കുട്ടികളുടെ ദാഹം വളരെ വലുതായിരുന്നു. അനുമതി ലഭിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറി വെള്ളത്തിനുള്ള തോൽപാത്രം കയ്യിലെടുത്തു. യൂഫ്രട്ടീസ് നദിയിലേക്ക് യാത്ര ആരംഭിച്ചു. ശത്രു സൈന്യം അദ്ദേഹത്തെ കാണുന്നുണ്ട്. അവർക്കറിയാമായിരുന്നു ഈ മനുഷ്യൻ സാധാരണ ഒരു യോദ്ധാവല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുന്നേറി വഴി തടയാൻ ശ്രമിച്ചവരെ മറികടന്നു. ധീരമായി അവസാനം
യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെത്തി. ദിവസങ്ങളായി കാത്തിരുന്ന വെള്ളം, തണുത്ത വെള്ളം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹവും വളരെ ദാഹിച്ചിരിക്കുകയായിരുന്നു. നിരവധി ദിവസങ്ങളായി. ചരിത്രത്തിൽ ഏറെ പ്രശസ്തമായ ഒരു രംഗം ഇവിടെ വിവരിക്കപ്പെടുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളം കയ്യിലെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു കൂടാരത്തിലെ കുട്ടികൾ, ചെറിയ കുട്ടികളുടെ കരച്ചിൽ. അദ്ദേഹം സ്വയം പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ദാഹിച്ചിരിക്കുമ്പോൾ, കുട്ടികൾ ദാഹിച്ചിരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് മാത്രം വെള്ളം കുടിക്കാൻ കഴിയും? അങ്ങനെ അദ്ദേഹം വെള്ളം ഉപേക്ഷിച്ചു. സ്വന്തം ദാഹത്തേക്കാൾ കുട്ടികളുടെ ദാഹത്തിന് പ്രാധാന്യം നൽകി. പിന്നീട് അദ്ദേഹം തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യുദ്ധമല്ല, തമ്പുകളിൽ വെള്ളം എത്തിക്കുക എന്ന് മാത്രം. ശത്രുസൈന്യം അത് മനസ്സിലാക്കിയിരുന്നു. അവർ അദ്ദേഹത്തെ വളഞ്ഞു. വെള്ളം എത്തുന്നത് തടയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ധീരമായി പോരാടി അവസാനം വരെ. എന്നാൽ ആക്രമണങ്ങൾ ശക്തമായി, മുറിവുകൾ വർദ്ധിച്ചു. ചരിത്രരേഖകളിൽ പറയുന്നത് കാണാം, അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത വെള്ളത്തെക്കുറിച്ചായിരുന്നു, കുട്ടികളെക്കുറിച്ചായിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. അദ്ദേഹം നിലത്തേക്ക് വീണു. യൂഫ്രട്ടീസ് നദിയുടെയും തമ്പുകളുടെയും ഇടയിലുള്ള മണൽപ്പരപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഓർത്തു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആക്രമണത്തിനിരയായ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. നിമിഷങ്ങൾക്കകം ഹുസൈൻ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. ഈ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണാസന്നമായി കിടക്കുകയായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂടാരങ്ങളിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വളരെ ദയനീയമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദാഹിച്ച് കരയുന്ന ഒരു ചെറിയ കുഞ്ഞ്, അലി അസ്ഗർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൈകളിലെടുത്ത് വെള്ളം ചോദിക്കുന്ന രംഗമൊക്കെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്ത് വിവരിക്കാം.